നല്ലൊരു ക്ലാസി ലുക്കിൽ വന്നേക്കുന്ന സാരി. അമ്മമാർക്കൊക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കിലും കൂടിയാണ് വരുന്നത്. സൂപ്പർ നെറ്റ് കോട്ടയ്ക്കകത്ത് ഡിജിറ്റൽ പ്രിൻറ്റിലൊരു ഫ്ലോറൽ പാറ്റേൺ ആൻഡ് ബോർഡറിൽ ഹൈലൈറ്റഡ് ആയിട്ട് സെൽഫ് കളർ ത്രെഡ്സ് യൂസ് ചെയ്ത് ലെഗ്നോവി ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ഇഞ്ചോളം വിത്തിലാണ് ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നത്. അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ലേസ് ഫിനിഷും കൂടി കൊടുത്തിട്ടുണ്ട്. റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന പല്ലു ആൻഡ് ബ്ലൗസ് പീസ് വരുന്ന സെമി സിൽക്ക് വിത്ത് ഡിജിറ്റൽ പ്രിൻറ്റ്, കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആട്ടോ. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്നതും ഒരു ഗ്രേ ഷെയ്ഡ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ കൂടിയാണ്. നമുക്കൊരു ചർച്ച് വെയർ ആയിട്ടോ ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടോ ആൻഡ് കാഷ്വൽ ലുക്കിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഓഫ് വൈറ്റിൻ്റെ കൂടെ ലൈറ്റ് പീച്ച് ഷെയ്ഡാട്ടോ. ഇതിൻ്റെ പല്ലുവിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് നമുക്ക് ഈ ഒരു സെമി സിൽക്ക് വിത്ത് കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട്. പല്ലു ആൻഡ് സെമി ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷെ നമുക്ക് ആ ഒരു പ്രിൻ്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഹൈഡ് ആവുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ദിസ് ഇസ് പല്ലു പോർഷൻ ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു വിത്ത് ലേസ് ഫിനിഷും കൂടി വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ പോർഷനിൽ നമുക്കിതൊക്കെ നെക്കിൽ ഹൈലൈറ്റഡ് ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ആൻഡ് ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു ലുക്കാണ് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ഷെയ്ഡ്, ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡ്, അങ്ങനെ പറയാം കേട്ടോ. ആൻഡ് ഇതാണ് ലുക്ക് വരുന്നത്. ഫൈനലി വന്നേക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ്, ബ്ലൗസ് പീസ് ആൻഡ് പല്ലു പോർഷൻ. ഇതിൻ്റെ കോഡ് വരുന്നത് KST 286, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2979. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആട്ടോ. ചെക്ക് വെബ്സൈറ്റ് www.aham.store. ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നേക്കുന്ന സിൽക്കി കോട്ട സാരി, അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഒരു ക്ലാസി ലുക്കിൽ വന്നേക്കുന്ന സാരി കേട്ടോ. ബോർഡറിൽ അത്യാവശ്യം ബ്രോഡായിട്ടാണ് ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നത്. വൈറ്റ് കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിൻ്റെ കൂടെ മൾട്ടി കളറും യൂസ് ചെയ്തിട്ടുണ്ട്. റെഡ് ആൻഡ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ, കുഞ്ഞു ബൂട്ടാസും ബോഡിയിൽ ത്രൂ ഔട്ട് വരുന്നുണ്ട്. ആ ഒരു ഓൾട്ടർനേറ്റീവായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസിലും ഈ ഒരു കുഞ്ഞു ബൂട്ടാസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു 3 കളർ അവൈലബിൾ ആണ്. നെക്സ്റ്റ് കളർ കാണിക്കുമ്പോൾ ബ്ലൗസും കൂടി കാണിക്കാം. പ്ലീറ്റ്സ് ഒക്കെ കാണില്ലേ, കറക്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു സിൽക്കി കോട്ട ഫാബ്രിക്, ഒരുപാട് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. ഇതിൻ്റെ നമുക്ക് ബാക്കി കളർ കാണാം കേട്ടോ. അതിൻ്റെ എൻഡിലായിട്ട് ക്രോഷ്യോ ലേസിൻ്റെ ഒരു ഡീറ്റെയിലും കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡ്, എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിനകത്താട്ടോ കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ്, ഇതിനകത്തും സെയിം ആ ഒരു കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് ഈ ഒരു റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് കുഞ്ഞു ബൂട്ടാസ്, ആ ഒരു വൈറ്റ് കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ബൂട്ടാസ് പ്ലേസ് ചെയ്തേക്കുന്നത്. ബോഡിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രീനിൻ്റെയും റെഡിൻ്റെയും ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ബ്ലൗസിൽ നമുക്ക് ആ ഒരു വൈറ്റ് ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വിത്ത് ക്രോഷ്യ ലേസിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്താണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഗോൾഡൻ യെല്ലോ, ഒരു ഡാർക്ക് ബേജ് ഷെയ്ഡിലോട്ട് വരുന്നൊരു കളറാട്ടോ. ലുക്ക് വരുന്നത് നമുക്ക് കാഷ്വൽ ലുക്കിലാണെങ്കിലും ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആട്ടോ. 3rd കളർ. ആൻഡ് ഫൈനലി വന്നേക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ്. ബ്ലൗസ് പീസ് സെയിം ആ ഒരു റണ്ണിങ്ങിൽ തന്നെ സെയിം ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് KST 317. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു പീച്ച് ഷെയ്ഡ് വരുന്നത് KSD 318 എന്ന കോഡിലാട്ടോ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2439. ഇതിൻ്റെ എല്ലാം ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഷിമ്മർ ഓർഗൻസയിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ. ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാട്ടോ. ഇനി ഇതിനകത്ത് മിഷൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ദുപ്പട്ടയിൽ കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സ്കാലപ്പ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം ഫുള്ളി എംബ്രോയ്ഡറി ലുക്കിലാണ് ടോപ്പും വന്നേക്കുന്നത്. ഒരു ഫ്ലോറൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോപ്പിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കട്ട് വർക്കിൻ്റെ ഒരു ഡീറ്റെയിലും കൂടി വരുന്നുണ്ട് കേട്ടോ. അതാണ് ടോപ്പിൻ്റെ എൻഡിൽ വരുന്ന ലുക്ക്. ആൻഡ് സെറ്റൂണിൽ വന്നേക്കുന്ന ബോട്ടം, ഇതിൻ്റെ ഒരു 3 കളർ ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആണ്. നമുക്കിതിൻ്റെ കളേഴ്സ് കണ്ടുപോകാം കേട്ടോ. വന്നേക്കുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ഇതിനകത്തും സെയിം വർക്ക് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. 4 സൈഡ് ദുപ്പട്ടയിൽ സ്കാലപ്പ് ഫിനിഷ് വരുന്നുണ്ട് കേട്ടോ. ഗ്രീനിൻ്റെ ലുക്ക് എയർ ഷെയ്ഡിലാട്ടോ വന്നേക്കുന്നത്. ഒരു ഡാർക്ക്
ഷെയ്ഡ് ഓഫ് പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷൻ. ആൻഡ് ഇതിനകത്തൊക്കെ ഒരു ഷിമ്മർ ലുക്കും കൂടി വരുന്നുണ്ട്. വന്നേക്കുന്ന ഈ ഒരു പർപ്പിൾ ഷെയ്ഡാട്ടോ, നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. ഇതിൻ്റെ കോഡ് വരുന്നത് SPP 1050. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3499. ഫൈനൽ ലുക്ക്. ഇതിൻ്റെ എല്ലാത്തിനെയും ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്.